ഒരാഴ്ച പിന്നിടുകയാണ്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാണ് നേതൃത്വമുള്ളതെന്ന് മനസ്സിലാക്കുന്നു. 3 പേരും പിന്മാറാതെ കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും ഒപ്പം രമേശ് ചെന്നിത്തലയും 3 പേരും പിന്മാറാതെ മത്സര രംഗത്തുണ്ട്. ഇവിടെ ജനപിന്തുണയുടെ കാര്യത്തിൽ വി.ഡി. സതീശനൊപ്പം ഘടകകക്ഷികളും വി.ഡി. സതീശനെ പിന്തുണച്ച് നിൽക്കുമ്പോൾ കെ.സി. വേണുഗോപാലിൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡിന് പൂർണ്ണമായും അദ്ദേഹത്തെ തള്ളാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. രമേശ് ചെന്നിത്തല കാര്യത്തിൽ അദ്ദേഹത്തിന് സീനിയോറിറ്റിയാണ്. എന്തായാലും ഈ ഒരൊറ്റ പേരിലേക്ക് എത്താൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഹൈക്കമാൻഡിന് കഴിയാത്തത് എന്ന വിഷയം ആദ്യം സംസാരിക്കുകയാണ്. സാർ, എവിടെയാണിപ്പോൾ ഈ ചർച്ചകൾ? ഒരു ഒറ്റപ്പേര് ഏറെക്കുറെ ഹൈക്കമാൻഡ് കണ്ടു എന്ന് കരുതുന്നു. പക്ഷേ ആ ഒരു പേര് എളുപ്പത്തിൽ അതിങ്ങോട്ട് പറയാൻ അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിൻ്റെ ധൈര്യമില്ല. എവിടെയാണ് കാര്യങ്ങൾ ഇങ്ങനെ വഷളാകുന്നത്? അല്ല, അത് പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ ഒരു ഇൻറ്റേർണൽ പൊളിറ്റിക്സും അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ മെക്കാനിസത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരും യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഒരു താല്പര്യം തമ്മിലുള്ള ഒരു സംഘർഷം ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു റീഡിങ്. കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഓർഗനൈസേഷൻ ചാർജുള്ള ജനറൽ സെക്രട്ടറി, ICC ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. അദ്ദേഹം ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര വാല്യൂ ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപാട് അതിൻ്റെ അടിസ്ഥാന വിഭവങ്ങൾ സമാഹരിക്കുന്നതിലും അതിലേക്ക് എത്തിക്കുന്നതിലും പിന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പലയിടത്തും പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടായ സമയത്ത് അത് പരിഹരിക്കുന്നതിലുമൊക്കെ കാര്യമായ കോൺട്രിബ്യൂഷൻസ് നൽകിയ ആളാണ്. മാത്രമല്ല, അതിനനുസരിച്ച് വേണം ഇനിയിപ്പോൾ ഭാവിയിൽ ഭരണത്തിൻ്റെ ഒരുപാട് തലങ്ങളിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. എസ്പെഷ്യലി ഇപ്പോൾ ഈ ഫണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്ന ജോലി മാത്രമല്ലല്ലോ, അതിനനുസരിച്ച് കാര്യങ്ങൾ ഗവർണൻസ് ലെവലിലും കൂടി ചിലതൊക്കെ ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരാളെന്ന നിലയിൽ ഒരുപക്ഷെ കെ.സിയെ തള്ളിക്കളയാൻ കഴിയാത്ത അവസ്ഥ ഈ പാർട്ടിക്കുള്ളിലുണ്ട്. അത് ഹൈക്കമാൻഡിന് നന്നായിട്ട് അറിയാം. രാഹുൽ ഗാന്ധിക്കാണോ അറിയാത്തത്? സദാ നേരവും അദ്ദേഹത്തിനോടൊപ്പമുള്ള ഒരു ആളെന്ന നിലയിൽ ശരിക്കും കെ.സിയുടെ ഒരു പ്രാധാന്യം തള്ളിക്കളയാൻ കഴിയാത്ത വിധത്തിൽ രാഹുലിനും മനസ്സിലാവും. പക്ഷേ അതേസമയം കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം എന്ന് പറയേണ്ടി വരും. കാരണം വെച്ചാൽ ഒരു 102 സീറ്റിൽ UDF ജയിച്ചു. അതിലേറെയും അതിൽ ഭൂരിഭാഗവും ജനങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ ജനങ്ങൾ ഒന്നടങ്കം കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഒക്കെ വോട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒരു ഭൂരിപക്ഷം, കേരളത്തിലെ ഒരു ഭൂരിപക്ഷം ജനത ആഗ്രഹിക്കുന്നത് കോൺഗ്രസിൻ്റെ തലപ്പത്ത് അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ തലപ്പത്ത് വി.ഡി. സതീശൻ വരണമെന്നാണ്. കാരണം അദ്ദേഹമായിരുന്നു അതിനെ നയിച്ചത്, അല്ലേ? കൃത്യമായിട്ട് തന്നെ ആ ക്യാമ്പയിനെ നയിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് അതിനെ ഇത്രയധികം അവർക്ക് സ്വീകാര്യമാക്കിയത്. അപ്പോൾ അത് വിട്ടിട്ടുള്ളൊരു ഓപ്ഷനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ആലോചിക്കാൻ കഴിയില്ല. അപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അഭിപ്രായം അറിഞ്ഞിട്ട് ഇനിയൊരു തീരുമാനം എടുക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. കേരളത്തിലെ അല്ലെങ്കിൽ ഇപ്പോൾ ഇവരാരെയൊക്കെയോ ഇങ്ങോട്ടൊരു ടീമിനെ വിട്ടു എന്നൊക്കെ പറഞ്ഞു, ഒരു ഏജൻസി. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത് സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ ഒരാൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. വി.ഡി. സതീശനാണ് കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും ആഗ്രഹിക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിനകത്തെ സംഘടനാപരമായ പല സമ്മർദ്ദങ്ങളും കാരണം അവർക്ക് കെ.സി. വേണുഗോപാൽ എന്ന ഓപ്ഷനെ പൂർണ്ണമായും തിരസ്കരിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ബേസിക്കായിട്ടുള്ള ഒരു സംഗതി. മറിച്ച് വി.ഡി. സതീശന് കോൺഗ്രസ്സിൽ ഒരു സമ്മർദ്ദവും ചെലുത്താൻ കഴിയുന്നില്ല എന്നാണ് എൻ്റെ റീഡിങ്. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് അദ്ദേഹം എന്ത് പറഞ്ഞിട്ടാണ്, സംഘടനാപരമായി എന്ത് പറഞ്ഞിട്ടാണുള്ള, ഞാൻ ഈ പ്രതിപക്ഷത്തെ നയിച്ചു, പ്രതിപക്ഷത്തെ നയിക്കുന്നതിൽ എനിക്ക് സഹായകമായ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനത് കോൺഗ്രസിനെ ആ നിലയിൽ റിവൈവ് ചെയ്ത് കൊണ്ടുവന്നു, UDF റിവൈവ് ചെയ്ത് കൊണ്ടുവന്നു, അതിനെ വിജയത്തിലെത്തിച്ചു. ആ ഒരു പ്രോസസ്സ് പറയാമെന്നല്ലാതെ കോൺഗ്രസിനകത്ത് ഞാൻ ഇന്നതൊക്കെയാണ് അല്ലെങ്കിൽ എനിക്ക് ഇത്ര ആളുകളുടെ പിന്തുണയുണ്ട്, ഇതുണ്ട്, MLA-മാരുടെ, അതൊന്നും അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയില്ല. അദ്ദേഹത്തെ ഏൽപ്പിച്ച പണി ചെയ്തു എന്നുള്ളതാണ്. ആ പണി ചെയ്തതിനുള്ള ഫലമാണോ നിങ്ങൾ കൊടുക്കേണ്ടത്, അതോ കോൺഗ്രസിൻ്റെ ഇനി വരാൻ പോകുന്ന 5 വർഷത്തെ അവരുടെ പല പരിപാടികളും നടപ്പാക്കാനുള്ള ആളെയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന ചോദ്യമുണ്ട്. ഞാനിതിൽ ബേസിക്കലി വിശ്വസിക്കുന്നത്, ഇപ്പോൾ ഇതുവരെ നടന്ന ചർച്ചകൾ, ഇന്നിപ്പോൾ മുൻ KPCC പ്രസിഡന്റുമാരെയൊക്കെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തിനാണെന്ന് നമുക്കറിയില്ല. ഇവരെയൊക്കെ വിളിപ്പിച്ചിട്ട് എന്ത് പറയാനാണ്, ചോദിക്കാനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധി
പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ ഈ വിഷയം ചർച്ച ചെയ്തു. ഇനി സോണിയ കൂടി ചർച്ചയിൽ ഉൾപ്പെടുന്നുണ്ട്. സോണിയാഗാന്ധി കൂടി വരുന്നുണ്ട്. അതോ 3 പേരും തന്നെ ചർച്ച ചെയ്തോ? അങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് ചർച്ച ചെയ്തു എന്നാണ്. അപ്പോൾ ആ ഗാന്ധി നെഹ്റു കുടുംബത്തിനകത്തെ ഈ ചർച്ച വളരെ പ്രധാനമാണ്. 1. 2, അവർ ഇനി ബന്ധപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് സീനിയർ എന്നുള്ള നിലയിൽ AK ആൻ്റണിയാണ്, സംശയമില്ല. ഇനിയിപ്പോൾ പോയിട്ടുള്ള മുൻ KPCC പ്രസിഡന്റുമാർ അവരോട് അഭിപ്രായം ചോദിക്കാനാണെങ്കിൽ VD സതീശനെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതൽ പേരും, സുധാകരൻ ഒഴികെ എന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ AK ആൻ്റണി സ്വാഭാവികമായും അദ്ദേഹം കേരളത്തിൻ്റെ ഒരു മനസാക്ഷി മനസ്സിലാക്കുകയും ഈ എന്താ പറയുക, ഇതിൽ ഒരു ആദർശത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ചെയ്ത ജോലിക്ക് അയാൾക്കാണ് അർഹത എന്ന് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ VD സതീശനാണ് കൂടുതൽ സാമാന്യൻ എന്ന് വെച്ചാൽ ഒരു ലോജിക്കൽ ഒരു ഡിസിഷൻ എടുക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ മറുവശത്താണ് ഈ പറഞ്ഞ പാർട്ടിക്കുള്ളിലെ ഈ എന്താ പറയുക പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, ഈ പാർട്ടി സംഘടനാപരമായ മറ്റ് വിഷയങ്ങളും എല്ലാം. ഇപ്പോൾ MLA മൊത്തമായിട്ട് VD സതീശൻ മുഖ്യമന്ത്രി ആയാൽ MLA മൊത്തമായിട്ട് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ അത് ഭരണത്തിലൊക്കെ കുറേ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ തിരിഞ്ഞ് നിൽക്കുക എന്ന് വെച്ചാൽ അവർ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ എന്നാൽ തന്നെ അതിനകത്തൊരു സുഖമില്ലായികയുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഓപ്ഷനെക്കുറിച്ച് കാര്യമായി അവർ ആലോചിക്കുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ന്യായവും അതിനില്ല, ഒരു ന്യായവും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനിപ്പോൾ ഇപ്പം തന്നെ ഇത്രയും ആളുകളെ വിളിപ്പിച്ചപ്പോൾ ഇനി കേരളത്തിലെ ആളുകളെ മൊത്തമായിട്ട് അങ്ങോട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിക്കാൻ പോവുകയാണോ എന്നൊക്കെയുള്ള തമാശകളൊക്കെ വരുന്നുണ്ട്. എനിവേ ഇത് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്താൽ കൊള്ളാം എന്നുള്ളതാണ്. ഇത്രയും സൗന്ദര്യം ഒക്കെ മതി ജനാധിപത്യത്തിന് എന്ന് ആളുകൾ പറയുന്നതിനകത്ത് ബ്യൂട്ടി ഓഫ് ഡെമോക്രസി. പക്ഷേ അതിനേക്കാൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തമിഴ്നാട്ടിൽ കാണാനുണ്ട് അല്ലേ? സ്റ്റാലിനെ ചെന്ന് കാണുന്നു വിജയ്, അതൊക്കെയാണ് കുറേ കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇത്രയും മതി. അപ്പോൾ ഇത് വെച്ച് അവരൊരു തീരുമാനത്തിൽ പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായിരിക്കും കേരളത്തോട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സാഹിബ്, വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഹൈക്കമാൻഡ് അകപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ തീർക്കാൻ കഴിയും? അല്ലേ, ഒന്നാമത്തെ ഈ സൈഫ് ഉപയോഗിച്ച 2 വാക്കിനോടും എനിക്ക് വിയോജിപ്പാണ്. ഒന്നാമത് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആ പ്രയോഗത്തിന് തന്നെ അർത്ഥമില്ല. ദർ ഇസ് നോ കമാൻഡ് അറ്റ് ഓൾ. ഇത് ലോ കമാൻഡാണ് ശരിക്കും. ഒരു പാർട്ടി, ആ പാർട്ടിയുടെ നേതൃത്വ മുന്നണി 3-2 ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു സംസ്ഥാനത്ത് അവരുടെ ഒരു മുഖ്യമന്ത്രിയെ, ഒരു CLP ലീഡറെ കണ്ടെത്താൻ നിശ്ചയിക്കാൻ ഇത്ര ദിവസമായിട്ടും സാധിച്ചിട്ടില്ല. അസേർട്ടീവായിട്ട് അതിലൊരു പൊസിഷൻ എടുക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ നമ്മൾ അവരെ ഹൈ കമാൻഡ് എന്ന് വിളിക്കുക? കമാൻഡ് എന്ന് പറയുന്ന സാധനം ഇല്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. രണ്ടാമത് എന്തായിരുന്നു സൈഫ് പറയുന്നത്? പ്രതിസന്ധി ഉണ്ടായതല്ല, പ്രതിസന്ധി വിളിച്ചു വരുത്തിയതാണ്. നോക്കൂ, എന്താണ് ഇതിൽ ബേസിക്കായ സംഗതി? CLP ലീഡറെ തിരഞ്ഞെടുക്കണം. കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ ലീഡറാണ് തിരഞ്ഞെടുക്കേണ്ടത്. ലെജിസ്ലേറ്റീവ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ലെജിസ്ലേച്ചറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ നേതാവ് അല്ലേ? അപ്പോൾ അതിലെങ്ങനെയാണ് ഈ ലെജിസ്ലേച്ചറിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരാൾ അതിലൊരു പ്ലെയറായിട്ട് വരുന്നത്? ഇതാണ് ഇതിൽ ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് അങ്ങനെ പ്ലെയറായിട്ട് വരരുതെന്ന് ആരാ തീരുമാനിച്ചത്? നമ്മളാരും തീരുമാനിച്ചല്ല. ഇതേ ഹൈക്കമാൻഡ് 3 ആഴ്ച മുമ്പ് തീരുമാനിച്ചതാണ്. നമ്മൾ എത്ര ദിവസം രാത്രി 11 മണി വരെയൊക്കെ ലൈവ് ചെയ്തല്ലേ അന്ന് ആ സുധാകരൻ അവിടെ പോയിരുന്ന ദിവസങ്ങളിൽ. അന്ന് എന്താണ് ഹൈക്കമാൻഡിൻ്റെ വളരെ ശക്തമായ തീരുമാനം എന്തായിരുന്നു? MP-മാർ മത്സരിക്കേണ്ടതില്ല. അപ്പോൾ ആരും മത്സരിച്ചില്ല. അപ്പം ഇവിടെയുള്ള കുറേ ആളുകൾ മത്സരിച്ചു. അപ്പോൾ ആ മത്സരിച്ച ആളുകളാണെന്ത്? ലെജിസ്ലേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് ഒരാളെ, X or Y, അതിനകത്തുനിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക. സാധാരണ അവർ സ്വീകരിക്കുന്ന രീതി, അവർ തന്നെ പറയുന്നത് MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയിട്ട് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ അങ്ങനെയല്ല, MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം ഹൈക്കമാൻഡ് തീരുമാനിക്കുക എന്നുള്ളതാണ് അവരുടെ കോൺഗ്രസ് സംസ്കാരം, കോൺഗ്രസ് രീതി എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. ഓക്കെ, ഈ MLA-മാരിൽ നിന്ന് അവർ അഭിപ്രായം ചോദിക്കുക, അവരിൽ നിന്ന് ഒരാളെ നിശ്ചയിക്കുക, അതല്ലേ വേണ്ടത്. അപ്പോൾ അതിനപ്പുറം ഇത് കടന്നു എന്നുള്ളതെടുത്ത് തന്നെ ഇത് പ്രശ്നം തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡ് പ്രതിസന്ധിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഹൈക്കമാൻഡ് തന്നെ 3-4 ആഴ്ചകൾക്ക് മുമ്പ് എടുത്തൊരു തീരുമാനം, ഇലക്ഷൻ്റെ 3-4 ആഴ്ചകൾക്ക് മുമ്പ് എടുത്തൊരു തീരുമാനം ഹൈക്കമാൻഡ് തന്നെ ലംഘിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് കോൺഗ്രസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ സാധുതയാണ് അടിസ്ഥാനമായി ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിൽ ഗുരുതരമായ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്?
എന്താണ് താഴെ നടന്നുകൊണ്ടിരിക്കുന്നത്, ജനങ്ങളുടെ വികാരം എന്താണ്, ജനങ്ങളുടെ പൾസ് എന്താണ്, അത് മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ള ശേഷി, അതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയുക, അത് നഷ്ടപ്പെട്ടു എന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ അസാധാരണമായിട്ടുള്ള ഒരു വിജയം, അതിൻ്റെ സൗന്ദര്യം കെട്ടുപോയി. ഇന്ന് ഇതിനെക്കുറിച്ച് ഏറ്റവും മികച്ച സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞു പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്ന് അദ്ദേഹം പറയുകയാണ്. അതാണ് ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നം തന്നെയാണ്. നമ്മളിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ ചായക്കടയിൽ പോയാലാണ്, ഏത് ആളുകൾ കൂടുന്നിടത്ത് പോയാൽ ആളുകൾ ഇതേക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു മാൻഡേറ്റ് ജനങ്ങൾ ഈ UDF എന്ന് പറയുന്ന സംവിധാനത്തിന് നൽകിയിട്ട് അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സഹോദരിമാരുടെ മെസ്സേജുകൾ എൻ്റെ ഫോണിൽ വന്ന് നിറയുകയാണ് എന്ന് ഈ മുസ്ലിം ലീഗ് നേതാവ് പറയുന്നു. ഇത് മുസ്ലിം ലീഗ് നേതാവിൻ്റെ മാത്രം പ്രശ്നമല്ല. നോക്കൂ, ഇവിടെ ഈ മലബാർ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് UDFൻ്റെ MLA-മാരുടെ, UDFൻ്റെ അല്ല, കോൺഗ്രസിൻ്റെ MLA-മാരുടെ സ്വീകരണ പരിപാടികൾ നടക്കുന്നില്ല. നിശ്ചയിച്ച പരിപാടികൾ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. കല്യാണ വീടുകളിൽ വളഞ്ഞിട്ട് ആളുകൾ ചോദ്യം ചെയ്യുകയാണ് ഇവരെ. അത് വീഡിയോ ഷൂട്ട് ചെയ്ത് നാട് മുഴുവൻ പ്രചരിപ്പിക്കുകയാണ്. അവർക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. രണ്ട് നിലക്കാണ് അവർ. ഇത് ഒന്ന് വൈകുന്നു എന്നുള്ളത്, പിന്നെ KC വേണുഗോപാലിൻ്റെ ഒപ്പം നിന്നു എന്ന് അവർ വിചാരിക്കുന്ന ആളുകളെയും അവർ വളഞ്ഞിട്ട് ചോദ്യം ചെയ്യുകയാണ്. ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണഗതിയിൽ ലീഡർഷിപ്പിന്, ഇത് മനസ്സിലാക്കുന്നവരെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുക. എന്താണ് പൾസ് എന്ന് മനസ്സിലാക്കുന്നവരാണ് ലീഡർഷിപ്പ് എന്ന് പറയുക. അപ്പോൾ ലീഡർഷിപ്പിനത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ആ പണി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേറെന്തോ ചില സംഗതികൾ അവരത് തടയുന്നു എന്നുള്ളതാണ്. ഇത് വൈകുന്തോറും ഇത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസം ഡിസ്കസ് ചെയ്താണ്. ഇപ്പം KC വേണുഗോപാൽ വ്യക്തിപരമായി അദ്ദേഹം എന്തെങ്കിലും ഡീമെറിറ്റുള്ള ഒരാളാണ്, കുഴപ്പമുള്ള ഒരാളാണ് എന്ന് ആർക്കും അഭിപ്രായമില്ല. ഇതിൽ മത്സരിക്കുന്ന ആരും ഏതെങ്കിലും നിലക്ക് ഡീമെറിറ്റുള്ള ആളുകളല്ല. പക്ഷേ KC വേണുഗോപാൽ എന്ന് പറയുന്ന ആൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, നമ്പർ 2 ആണ് കോൺഗ്രസ്സിൽ, അതിൻ്റെ ഭരണഘടനാ പ്രകാരം, അല്ല അതിൻ്റെ സ്ട്രക്ചർ പ്രകാരം. ഇന്ത്യയിൽ എല്ലായിടത്തും സംഘടനയെ ചലിപ്പിക്കാൻ ബാധ്യസ്ഥ, ഇത്തരം ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് ഫിക്സ് ചെയ്യാൻ, അത് പരിഹരിക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണ്. പക്ഷെ അങ്ങനെ ഒരാൾ ആ പ്രശ്നത്തിൻ്റെ ഭാഗമാവുന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അത് സംഘടനയെ, അപ്പം രമേശ് ചെന്നിത്തലയോ ഇദ്ദേഹവും KCയോ VD സതീശനോ ആര് മുഖ്യമന്ത്രിയായാലും കേരളത്തിന് എന്തോ വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വലിയ എന്തോ ഒരു മഹോ സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ UDF എന്ന് പറയുന്ന സംവിധാനം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, അതിൻ്റെ ഭാവി, മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇത്തരം തീരുമാനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ തീരുമാനമില്ലായ്കകൾ കൊണ്ട് എന്താണ് സംഭവിച്ചത്? നമ്മൾ ആന്ധ്രയുടെ ഉദാഹരണം പറഞ്ഞു, മധ്യപ്രദേശിൻ്റെ ഉദാഹരണം പറഞ്ഞു, രാജസ്ഥാൻ്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ ആ സംഘടനയാണ് കാണേണ്ടത്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് സൃഷ്ടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്ന 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായി വരുന്നു. അപ്പോൾ ഇതിൽ 3 ഫാക്ടേഴ്സാണ് പരിഗണിക്കുക. അങ്ങനെ കോൺഗ്രസിൻ്റെ തന്നെ പല നേതാക്കന്മാരും പറഞ്ഞു കേൾക്കുകയുണ്ടായി. ഒന്ന് CLPയിലെ MLA-മാരുടെ അഭിപ്രായം, പിന്നെ പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം, ഘടകകക്ഷികളുടെ അഭിപ്രായം. ഈ 3 സംഗതികളാണ് നോക്കുന്നത്. അപ്പോൾ MLA-മാരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്കറിയില്ല. അജയ് മാക്കൻ്റെ കയ്യിലുള്ള കടലാസിലെ ആദ്യ ഭാഗം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. പിന്നെ പ്രവർത്തകരുടെ അഭിപ്രായം എന്താണെന്ന് കേരളത്തെ നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. ഘടകകക്ഷികളുടെ അഭിപ്രായം, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി മുസ്ലിം ലീഗാണ്. പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, അവർ രണ്ടുപേരും നിലപാട് പ്രഖ്യാപിച്ചു. എന്ന് വെച്ചാൽ അവർ VD സതീശനാണ് അവർ പ്രിഫർ ചെയ്യുന്നതെന്ന് അവരുടെ സമീപനങ്ങളിൽ നിന്ന്, അവരുടെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് KC വേണുഗോപാലിനെ ആക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിനെ നേരിടണം. ആ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ ഘടകകക്ഷികളുടെ അഭിപ്രായമൊക്കെ തേടി, എന്നാലും ഹൈക്കമാൻഡ് ഇങ്ങനെ തന്നെ ഒരു തീരുമാനമാണ് എടുക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ VD സതീശൻ, അല്ലെങ്കിൽ VD സതീശനോടൊപ്പം നിൽക്കുന്ന ആളുകൾ, മുസ്ലിം ലീഗ് തീരുമാനിക്കുകയാണ് ഒരു 5 മാസത്തേക്ക് ഞങ്ങൾ സർക്കാരിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ചെയ്യുന്നു, പക്ഷേ 5 മാസത്തേക്ക് ഞങ്ങൾ മന്ത്രിസഭയിൽ ചേരുന്നില്ല. 5 മാസത്തേക്ക് എന്ന് പറയുമ്പോൾ ഈ ഇദ്ദേഹം ജനവിധി തേടുന്നത് വരെ ചേരുന്നില്ല എന്നൊരു നിലപാട് ലീഗ് സ്വീകരിക്കുകയാണെങ്കിൽ അത് സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകൾ എന്തൊക്കെയായിരിക്കും? അപ്പോൾ ലീഗിനകത്ത് അങ്ങനെ ചില ആലോചനകൾ നടക്കുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സർക്കാരിൻ്റെ ഭാഗം 5 മാസം കഴിയണം, ഞങ്ങൾ 5 മാസത്തേക്ക് വെയിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വരെ വെയിറ്റ് ചെയ്യുകയാണ് എന്നൊരു നിലപാട് ലീഗ് സ്വീകരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് VD സതീശൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക, എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗംഭീരമായ ഒരു സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങാമായിരുന്നൊരു സർക്കാർ, അത് പലതരം അസ്വസ്ഥതകളിലൂടെ ആയിരിക്കും ഒരു പുതിയ സർക്കാർ തുടങ്ങുക എന്നുള്ള.
ഇപ്പോൾ തന്നെ അസ്വസ്ഥതകൾ ആവശ്യത്തിലധികം ആയിക്കഴിഞ്ഞു. ഇതിനെ മറികടക്കാൻ ലളിതമായിട്ട് പരിഹരിക്കാവുന്ന വഴികളുണ്ട്. പക്ഷേ ആ വഴികൾ അല്ലെങ്കിൽ പരിഹാരം കാണേണ്ട ആളുകൾ ഈ പ്രശ്നത്തിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. അത് പിന്നെ അതിന് വേറെ നിലയ്ക്ക് ഇപ്പോൾ വേറെ ആരൊക്കെയാണ് പിറകിൽ കളിക്കുന്നത്, എന്താണ് പിന്നിൽ ആരൊക്കെയാണെന്നൊക്കെ ഈ പിന്നിൽ സിദ്ധാന്തം പറഞ്ഞിട്ടാണ് കഴിഞ്ഞ നോക്കൂ CPM എന്ന് പറയുന്ന പാർട്ടി, ഇത്രയും വലിയ സംവിധാനമുള്ള പാർട്ടി, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ഇതിനെല്ലാം പിന്നിൽ സിദ്ധാന്തമായിട്ട് മറികടക്കാൻ അല്ലെങ്കിൽ വിജയിക്കാമെന്ന് കരുതി CPM പോലെയുള്ള ഒരു മഹാസംവിധാനം പണിയെടുത്തിട്ട് അത് നടന്നിട്ടില്ല. അപ്പോൾ KC ഗ്രൂപ്പ് എന്ന് വിളിക്കപ്പെടുന്ന അല്ലെ ആ ക്യാമ്പ് അതേ പിന്നിൽ തിയറി എടുത്തിട്ട് ഇതിനകത്ത് പയറ്റി നോക്കിയാൽ അത് എവിടെയും യേശൂല. അത് മലയാളികൾ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തള്ളിക്കളഞ്ഞൊരു തിയറിയാണ്. അതുകൊണ്ട് അത്തരം വളരെ കേരളത്തിൽ വിലപ്പോവില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള തന്ത്രങ്ങളെടുത്ത് ഇതിനൊന്നും മറികടക്കാൻ പറ്റില്ല.